Hello friends, Plus 2 Physics, Chapter 1, Electric Charges and Fields. നമ്മൾ ഈ അധ്യായത്തിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്കാണ് പോകുന്നത്. ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ രണ്ട് ടോപ്പിക്കുകളാണ് പഠിക്കുന്നത്. ഒന്ന് പോയിൻ്റ് ചാർജസ്, രണ്ട് ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജ്. ഇതിൽ ഈ ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജ് എന്നുള്ളത് പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. പലപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യൻ എന്നൊക്കെ നമുക്ക് പറയാവുന്ന ടൈപ്പുള്ളൊരു ടോപ്പിക്കാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. എന്താണ് പോയിൻ്റ് ചാർജ്? വാട്ട് ആർ പോയിൻ്റ് ചാർജസ്? നമ്മൾ ഈ അധ്യായം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിക്കുമ്പോൾ കൂടെ ഇനി പറയാൻ പോകുന്ന ഒരു വാചകമാണ് പോയിൻ്റ് ചാർജസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പോയിൻ്റ് ചാർജ് എന്നുള്ളൊരു കോൺസെപ്റ്റ് മനസ്സിലാകാതെ നമ്മൾ മുന്നോട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒരു പൂർണ്ണത വരില്ല. അതുകൊണ്ടാണ് പോയിൻ്റ് ചാർജ് എന്താണെന്നുള്ളത് മാത്രമായിട്ട് ഞാനൊരു ടോപ്പിക് ആക്കിയത്. നോക്കാം. ഇഫ് ദി സൈസ് ഓഫ് ചാർജ്ഡ് ബോഡീസ് ഡി ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇഫ് ദി സൈസ് ഓഫ് ചാർജ്ഡ് ബോഡീസ് ആർ വെരി സ്മോൾ കമ്പയർഡ് ടു ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം, ദെൻ ദേ ആർ ട്രീറ്റഡ് ആസ് പോയിൻ്റ് ചാർജസ്. അതായത് നമ്മൾ ചാർജുള്ള വസ്തുക്കളെ പരിഗണിക്കുമ്പോൾ, വസ്തുക്കൾ, ആ വസ്തുക്കൾ തമ്മിലുള്ള അകലം ആ വസ്തുവിൻ്റെ വലിപ്പത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കൂടുതലാണെങ്കിൽ നമുക്ക് ആ വസ്തുവിനെ പോയിൻ്റ് ചാർജ് എന്ന് വിളിക്കാം എന്നാണ് പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, ഇനിയൊരു ഒബ്ജക്റ്റ് ഇരിക്കുന്നത് ഇവിടെയാണ്. ഈ രണ്ട് ഒബ്ജക്റ്റുകളും തമ്മിലുള്ള ദൂരമാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കാണുമ്പോൾ ക്ലിയറായിട്ട് മനസ്സിലാവും ഈ വസ്തുവിൻ്റെ വലിപ്പം. ഈ വസ്തുക്കളിൽ ചാർജ് ഉണ്ടെന്ന് വിചാരിക്കുക. ലെറ്റ് സേ ദീസ് കണ്ടെയ്ൻസ് പോസിറ്റീവ് ചാർജസ്. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ ഈ വസ്തുവിൻ്റെ വലിപ്പവും അല്ലെങ്കിൽ ഈ വസ്തുക്കളുടെ വലിപ്പവും അവർ തമ്മിലുള്ള ദൂരവും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ദൂരം വളരെ 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 കൂടുതലാണ്. അപ്പം ഇങ്ങനെയുള്ള കേസിൽ നമുക്ക് ഈ വസ്തുക്കളെ എന്ത് വിളിക്കാം? പോയിൻ്റ് ചാർജസ് എന്ന് വിളിക്കാം എന്നുള്ളതാണ് എൻ്റെ വസ്തുത. ഓക്കെ, അപ്പോൾ പോയിൻ്റ് ചാർജിനെ റെപ്രസെൻ്റ് ചെയ്യാൻ പിന്നീട് അങ്ങോട്ട് നമ്മളിങ്ങനെ വസ്തുവിനെ വരയ്ക്കേണ്ട, ഒരു പോയിൻ്റ് ഇട്ടാൽ മാത്രം മതി. ഇറ്റ് ഈസ് എ പോയിൻ്റ് ചാർജ്. നമുക്കങ്ങനെ മനസ്സിലാക്കാം. ഓക്കെ, ദെൻ ദാറ്റ് ഈസ് ഓൾ ദി ചാർജസ് ഓഫ് ദി ബോഡി അസ്യൂംഡ് ടു ബി കോൺസെൻട്രേറ്റഡ് അറ്റ് വൺ പോയിൻ്റ് ഇൻ സ്പേസ്. അതായത് ഇങ്ങനെ വസ്തുവിൻ്റെ വലിപ്പവും അല്ലെങ്കിൽ വസ്തുക്കളുടെ വലിപ്പവും അവർ തമ്മിലുള്ള ദൂരവും തമ്മിൽ വളരെ വലിയൊരു അന്തരമുണ്ടെങ്കിൽ നമുക്ക് അത്തരം വസ്തുക്കളെ പോയിൻ്റ് ചാർജ് എന്ന് വിളിക്കാം. എന്നിട്ട് ഈ വസ്തുവിലുള്ള മുഴുവൻ ചാർജും അതിൻ്റെ സെൻറ്ററിലുള്ള ഒരു പോയിൻറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെ അസ്യൂം ചെയ്തതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ ഈ വസ്തുവിൻ്റെ രൂപത്തിന് പകരം ഇവിടെ ഒരു പോയിൻ്റ് ഇട്ടത് മാർക്ക് ചെയ്തത്. അപ്പോൾ ഞാനൊരു പോയിൻ്റ് ചാർജ് എന്ന് പറയുമ്പോൾ ഒരു സ്കീമാറ്റിക് ഡയഗ്രാം വരച്ചാൽ നമുക്ക് ഇങ്ങനെ ഒരു പോയിൻ്റ് ഇടാം. യഥാർത്ഥത്തിൽ ഒരു പക്ഷേ അതൊരു ഒബ്ജക്റ്റ് ആയിരിക്കാം. പക്ഷേ ആ ഒബ്ജക്റ്റും തൊട്ടടുത്ത ചാർജുള്ള ഒബ്ജക്റ്റും തമ്മിലുള്ള ദൂരം ആ ഒബ്ജക്റ്റിൻ്റെ വലിപ്പത്തേക്കാൾ വളരെ വളരെ അകലെ ആയതുകൊണ്ട് നമ്മളിങ്ങനെ പരിഗണിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ എന്താണ് പോയിൻ്റ് ചാർജ് എന്നുള്ള കോൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കാം. ഓക്കെ, നമുക്ക് അടുത്തതും വളരെ പ്രധാനപ്പെട്ടതുമായ ടോപ്പിക്കിലേക്ക് കടക്കാം. ദാറ്റ് ഈസ് വാട്ട് ആർ ദി ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജസ്. പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തൊക്കെയാണ് ഇലക്ട്രിക് ചാർജിൻ്റെ ബേസിക് പ്രോപ്പർട്ടികൾ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ പ്രോപ്പർട്ടികൾ? ഈ ബേസിക് എന്നുള്ള വാക്കിന് പകരം ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഫണ്ടമെൻ്റൽ എന്നും കാണാറുണ്ട്. ഫണ്ടമെൻ്റൽ. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ മാറുന്നു, വാട്ട് ആർ ദി ഫണ്ടമെൻ്റൽ പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജ്, അങ്ങനെയും ചോദിച്ച് കാണാറുണ്ട്. ഫണ്ടമെൻ്റൽ. പ്രധാനമായിട്ടും ഇലക്ട്രിക് ചാർജിന് 3 ഫണ്ടമെൻ്റൽ പ്രോപ്പർട്ടികളാണ് ഉള്ളത്. അത് ഓരോന്നും പ്രധാനപ്പെട്ടതാണ്. ഓരോന്നും നോക്കാം. ഫസ്റ്റ് വൺ, ആഡിറ്റിവിറ്റി ഓഫ് ചാർജസ്. ഇലക്ട്രിക് ചാർജിൻ്റെ ആദ്യത്തെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടിയാണ് ആഡിറ്റിവിറ്റി എന്ന് പറയുന്നത്. എന്താണ് ആഡിറ്റിവിറ്റി? ദ ടോട്ടൽ ചാർജ് ഓഫ് എ സിസ്റ്റം ഈസ് ദി ആൾജിബ്രൈക് സം ഓഫ് ദി ഇൻഡിവിജ്വൽ ചാർജസ്. അപ്പോൾ നമ്മളൊരു ചാർജുകളുടെ ഒരു കളക്ഷൻ എടുത്താൽ അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഓഫ് ചാർജ് എടുത്താൽ അതിൻ്റെ ടോട്ടൽ ചാർജ് എത്രയാണെന്ന് ചോദിച്ചാൽ അതിനുള്ളിലുള്ള ഇൻഡിവിജ്വൽ ചാർജുകളുടെ ആൾജിബ്രൈക് സം എടുത്താൽ മതി. ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കൈവശം ഒരു സ്പിയർ ഉണ്ടെന്ന് വിചാരിക്കുക. ആ സ്പിയറിൽ ഒരുപാട് ചാർജുകളുണ്ട്. 4 പോസിറ്റീവ് ചാർജുണ്ട്, 4 നെഗറ്റീവ് ചാർജുണ്ട്. പക്ഷേ ചോദ്യം, ഈ സ്പിയറിൻ്റെ ടോട്ടൽ ചാർജ് എത്ര?
ടോട്ടൽ ചാർജ് എത്ര. അത് കണക്കാക്കാൻ നമ്മൾ ഇതിനുള്ള ചാർജുകളുടെ ആൾജിബ്രായിക് സം എടുത്താൽ മതി. ആൾജിബ്രായിക് സം എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജിനെ പോസിറ്റീവായിട്ടും നെഗറ്റീവ് ചാർജിനെ നെഗറ്റീവായിട്ടും കണ്ടുകൊണ്ട് സം ചെയ്യുക, കൂട്ടുക. അപ്പോൾ ഞാൻ ഈ വസ്തുവിലുള്ള ചാർജുകൾക്ക് ഒരു വാല്യൂം കൂടെ കൊടുക്കുക, അപ്പോൾ എളുപ്പമുണ്ടാവും. സേ 1 കൂളമ്പ്, 1 പോസിറ്റീവ്, 2 പോസിറ്റീവ്, 1 പോസിറ്റീവ്, 2 പോസിറ്റീവ്. ഇത് 1 നെഗറ്റീവ്, 2 നെഗറ്റീവ്, 1 നെഗറ്റീവ്, 2 നെഗറ്റീവ്. അപ്പോൾ നമ്മളത് കൂട്ടുകയാണ്, ടോട്ടൽ ചാർജ് കാണാൻ പോകണം. നോക്കിക്കോളാം. 1 പോസിറ്റീവ് ചാർജ് പ്ലസ് വീണ്ടും ഒരു 2 പോസിറ്റീവ് ചാർജ് പ്ലസ് പിന്നെ ഒരു 1 പോസിറ്റീവ് ചാർജ് പ്ലസ് പിന്നെ ഒരു 2 പോസിറ്റീവ് ചാർജ് മൈനസ് പിന്നെ ഒരു 1 നെഗറ്റീവ് ചാർജ് മൈനസ് ഒരു 2 നെഗറ്റീവ് ചാർജ് മൈനസ് ഒരു 1 നെഗറ്റീവ് ചാർജ് മൈനസ് ഒരു 2 നെഗറ്റീവ് ചാർജ്. അപ്പോൾ പോസിറ്റീവ് ചാർജുകളുടെ എല്ലാം സിമ്പിൾ സൈൻ പോസിറ്റീവായിട്ടും നെഗറ്റീവ് ചാർജുകളുടെ എല്ലാം സൈൻ നെഗറ്റീവായിട്ടും ഇട്ടുകൊണ്ട് ടോട്ടൽ കണ്ടു കഴിഞ്ഞാൽ ഈ കേസിൽ നമുക്ക് എത്ര കിട്ടും? 0 എന്ന് കിട്ടും. അതിനെയാണ് നമ്മൾ ആൾജിബ്രായിക് സം എന്ന് പറയുന്നത്. ലെറ്റ്സ് ടേക്ക് വൺ മോർ എക്സാമ്പിൾ. നമ്മുടെ കൈവശം ഒരു ഷീറ്റുണ്ട്. അതിനുള്ളിൽ സേ 3 പോസിറ്റീവ് ചാർജും 2 നെഗറ്റീവ് ചാർജും ഉണ്ടെന്ന് വിചാരിച്ചാൽ ടോട്ടൽ ചാർജ് 3 മൈനസ് 2 ഇസ് ഈക്വൽ ടു 1 പോസിറ്റീവ് ചാർജ് എന്ന് കിട്ടും. ക്ലിയർ ആയതിൻ്റെ ഐഡിയ കിട്ടിയോ? ഞാനിപ്പോൾ വെറുതെ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് എന്ന് പറയാൻ കാരണം ചാർജിൻ്റെ യൂണിറ്റ് എന്താണെന്ന് ഞാൻ ഇതുവരെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് തൽക്കാലം നമുക്ക് 3 പോസിറ്റീവ് ചാർജുകൾ 2 യൂണിറ്റ് നെഗറ്റീവ് ചാർജ് അത് തമ്മിലുള്ള ആൾജിബ്രായിക് സം എടുത്തപ്പോൾ 1 യൂണിറ്റ് പോസിറ്റീവ് ചാർജ് എന്ന് കിട്ടി. അപ്പോൾ അതാണ് ഇതിൻ്റെ ഈ ഒബ്ജക്റ്റിൻ്റെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ സിസ്റ്റം ഓഫ് ചാർജുകൾ വന്നാൽ അവയുടെ ഇൻഡിവിജ്വൽ ചാർജുകളുടെ ആൾജിബ്രായിക് സം എടുത്തുകൊണ്ട് ടോട്ടൽ കാണാം എന്നുള്ള ചാർജിൻ്റെ പ്രോപ്പർട്ടിയെ വിളിക്കുന്ന പേരാണെന്ത്? ആഡിറ്റിവിറ്റി ഓഫ് ചാർജസ്. ഇതിനെ നമ്മളൊരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ്റെ ഫോമിൽ എഴുതി കഴിഞ്ഞാൽ, തൽക്കാലത്തേക്ക് ഇതൊക്കെ ഒന്ന് മായ്ക്കുകയാണ്, ഇത് മനസ്സിലാകാൻ വേണ്ടി എഴുതിയതുകൊണ്ട് ഇത് മായ്ക്കുകയാണ്. നമ്മുടെ സിസ്റ്റം ഓഫ് ചാർജസിനകത്ത് Q1, Q2, Q3, Q4 അങ്ങനെ n നമ്പർ ഓഫ് ചാർജുകളുള്ള ഒരു സിസ്റ്റമാണെങ്കിൽ അവിടുത്തെ ടോട്ടൽ ചാർജിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ടോട്ടൽ ചാർജ് Q is equal to Q1 പ്ലസ് Q2 പ്ലസ് Q3 അപ് ടു Qn. ഇത് വളരെ പ്രധാനപ്പെട്ട ഇക്വേഷനാണ്. അഡിറ്റിവിറ്റി ഓഫ് ചാർജ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും എഴുതണം, ഈ ഒരു ഇക്വേഷനും പരീക്ഷയ്ക്ക് എഴുതണം. ഇത് സാധാരണ അഡീഷൻ അല്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ദിസ് ഈസ് ആൾജിബ്രായിക് സം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലേക്ക് ഇടുക. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ ഒരു ചെറിയ ഐഡിയ തന്നിരുന്നതുമാണ് കൺസർവേഷൻ ഓഫ് ചാർജസ്. ഇലക്ട്രിക് ചാർജുകൾ കൺസർവേഷൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് എനിക്ക് തോന്നുന്നതിൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി പഠിപ്പിച്ചപ്പോഴാണ്. ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റിയുടെ സമയത്ത് നമ്മൾ എന്താണ് കൺസർവേഷൻ എങ്ങനെ വന്നു എന്നുള്ളതൊക്കെ നമ്മൾ അന്നേരം ഒന്ന് പറഞ്ഞിരുന്നു. നോക്കാം. ഇലക്ട്രിക് ചാർജസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഇലക്ട്രിക് ചാർജുകളെ നമുക്ക് നിർമ്മിക്കാനും കഴിയില്ല, നശിപ്പിക്കാനും കഴിയില്ല. പിന്നെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതിനെയാണ് നമ്മൾ ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി മുഖാന്തരം മാത്രമല്ല കേട്ടോ, മറ്റ് പല വഴികളിലൂടെ ബൈ വേരിയസ് മീൻസ് നമുക്കൊരു വസ്തുവിൽ നിന്നും മറ്റൊരു വസ്തുവിലേക്ക് ചാർജിനെ ട്രാൻസ്ഫർ ചെയ്യാം. അങ്ങനെയൊക്കെ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും ആ വസ്തു ചാർജ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ കൺസർവേഷൻ ഓഫ് ചാർജിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ചിന്തിച്ചാൽ ടോട്ടൽ ചാർജ് ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് ഓൾവേസ് കൺസർവ്ഡ്. അതും കൺസർവേഷനാണ്. ചുറ്റുപാടും ചാർജുകൾ ട്രാൻസ്ഫർ ചെയ്യപ്പെടാനുള്ള വഴികളൊന്നും ഇല്ലെങ്കിൽ ഒരു ഒറ്റപ്പെട്ടിരിക്കുന്ന വസ്തുവിലെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും? ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും, കൺസർവ്ഡ് ആയിരിക്കും. അതായത് ഈ വസ്തുവിൽ നിന്നും ഈ ചാർജ് എങ്ങോട്ടും പോകാൻ വഴിയില്ല. അതിനെയാണ് നമ്മൾ ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് വിളിച്ചത്. ആ കേസിൽ ഈ വസ്തുവിൻ്റെ ചാർജ് ഇതിങ്ങനെ തന്നെ തുടരും. ഇറ്റ് ഈസ് കൺസർവ്ഡ്. ക്ലിയർ? അപ്പോൾ പരീക്ഷയ്ക്ക് കൺസർവേഷൻ ഓഫ് ചാർജ് എഴുതുമ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക. ഇനി പരീക്ഷയ്ക്ക് തിരിച്ചും ചോദിക്കാം. ടോട്ടൽ ചാർജ് ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് ഓൾവേസ് കൺസർവ്ഡ്. വിച്ച് പ്രോപ്പർട്ടി ഓഫ് ഇലക്ട്രിക് ചാർജ്? ഇത് ഏത് പ്രോപ്പർട്ടിയാണ്? കൺസർവേഷൻ ഓഫ് ചാർജ്. അതുപോലെ ഇതും ചോദിക്കാം.
ഇലക്ട്രിക് ചാർജസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. വിച്ച് പ്രോപ്പർട്ടി ഓഫ് ഇലക്ട്രിക് ചാർജ് ഇസ് ദിസ്? ഇത് ഏത് പ്രോപ്പർട്ടിയാണ്? അപ്പോൾ എഴുതാം കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മൾ അടുത്ത പ്രോപ്പർട്ടിയിലേക്ക് പോകുന്നു. അടുത്തത് വളരെ 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 പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ്. ദാറ്റ് ഈസ് കോൾഡ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. ചാർജിൻ്റെ ക്വാണ്ടൈസേഷൻ. ക്വാണ്ടൈസേഷൻ എന്നുള്ള കൺസെപ്റ്റാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. അതിനുശേഷം ഫിസിക്സ് നമ്മൾ മുന്നോട്ട് പഠിക്കുമ്പോൾ പല പ്രോപ്പർട്ടികളും പല ക്വാണ്ടിറ്റികളും ഫിസിക്സിൽ ക്വാണ്ടൈസ്ഡ് ആണെന്ന് നമ്മൾ പിന്നീട് കാണും. ഫോർ എക്സാമ്പിൾ എനർജി പലപ്പോഴും ക്വാണ്ടൈസ്ഡ് ആകാറുണ്ട്, സ്പേസ് ക്വാണ്ടൈസ്ഡ് ആവാറുണ്ട്, ഇവിടെ ചാർജ് ക്വാണ്ടൈസ്ഡ് ആണ്. അപ്പോൾ അങ്ങനെ ക്വാണ്ടൈസേഷൻ, അപ്പോൾ അതുകൊണ്ട് തന്നെ ക്വാണ്ടൈസേഷൻ്റെ കോൺസെപ്റ്റാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. നമുക്ക് ചാർജിൻ്റെ ക്വാണ്ടൈസേഷനിലെ ആ ഒരു പ്രോപ്പർട്ടി ആദ്യം നോക്കാം, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ചാർജ് ഓൺ എനി ബോഡി ക്യാൻ ബി റിട്ടൺ ആസ് ആൻ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ബേസിക് യൂണിറ്റ് ഓഫ് ചാർജ് ഇ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓർത്തിരിക്കുക. ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് ചോദിക്കുമ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റാണ് എഴുതുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഏതൊരു വസ്തുവിൻ്റെയും ചാർജിനെ, അപ്പോൾ ഏത് വസ്തുവായാലും കൊള്ളാം, അതിന് എത്ര ചാർജ് ഉണ്ടെങ്കിലും കൊള്ളാം, അതിനെല്ലാം നമുക്ക് ബേസിക് യൂണിറ്റ് ഓഫ് ചാർജായ അഥവാ ഇലക്ട്രോണിൻ്റെ ചാർജിൻ്റെ ഒരു ഇൻറ്റഗ്രൽ മൾട്ടിപ്പിളായിട്ട് എഴുതാൻ പറ്റും എന്നുള്ളതാണ്. പറഞ്ഞപ്പോൾ ഒന്നും മനസ്സിലായി കാണത്തില്ലായിരിക്കും, പക്ഷെ വളരെ സിമ്പിളാണ്. പ്രപഞ്ചത്തിലെ ഏത് വസ്തുവിലുമുള്ള ഒരു ചാർജ്, അത് എത്ര അളവിലുള്ളതായാലും കൊള്ളാം, ആ ചാർജിനെ നമുക്ക് ഇലക്ട്രോണിൻ്റെ ചാർജിൻ്റെ മൾട്ടിപ്പിളായിട്ട് എഴുതാൻ പറ്റും. അത്രയും പറഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ, ഒരു വസ്തുവിലെ ചാർജ് ക്യൂ ആണെന്നിരിക്കട്ടെ, അത് എത്രയും ആകട്ടെ, പക്ഷേ ആ ക്യൂ ഈസ് ഈക്വൽ ടു, ആ ക്യൂവിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, പ്ലസ് ഓർ മൈനസ് എൻ ഇ. അവിടെ എൻ എന്ന് പറയുന്ന ടേമിൻ്റെ വാല്യൂ 1, 2, 3 ഇങ്ങനെ പോവുകയാണ്. സീറോയും ആകാം, സീറോ ആയാൽ ചാർജ് ഇല്ല എന്ന അർത്ഥം മാത്രം. അപ്പോൾ ഏതൊരു വസ്തുവിൻ്റെയും ചാർജിനെ നമുക്ക് ഇ എന്ന ചാർജിൻ്റെ അഥവാ ഇലക്ട്രോണിൻ്റെ ചാർജിൻ്റെ ഒരു മൾട്ടിപ്പിളായിട്ട് എഴുതാം. അതിപ്പോൾ പോസിറ്റീവ് ചാർജാണ് ക്യൂ എങ്കിൽ നമ്മൾ ഈ ഇക്വേഷനിൽ പോസിറ്റീവ് എൻ എന്ന് എഴുതണം. ക്യാപിറ്റൽ ക്യൂ നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഇവിടെ മൈനസ് എൻ എന്ന് എഴുതണമെന്ന് മാത്രം. അപ്പോൾ ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ. ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് എന്ന് പറയുമ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആ എക്സ്പ്ലനേഷനും ഈ കാണുന്ന ഇക്വേഷനുമാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ക്വാണ്ടൈസേഷൻ്റെ ഒരു ബേസിക് ഐഡിയ അതാണ്. ഏതൊരു ചാർജിനെയും ഏത് അളവിലുള്ള ചാർജിനെയും നമുക്ക് ഇലക്ട്രോണിൻ്റെ ചാർജിൻ്റെ മൾട്ടിപ്പിളായിട്ട് എഴുതാം, ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ. അപ്പോൾ അതിൻ്റെ മറ്റൊരു സവിശേഷത, നമുക്ക് പ്രപഞ്ചത്തിൽ കാണാൻ കഴിയുന്ന ഏറ്റവും ചെറിയ ചാർജ് എന്ന് പറയുന്നത് ഇ ആണ്, അഥവാ ഒരു ഇലക്ട്രോണിൻ്റെ ചാർജാണ്. അതിലും കുറഞ്ഞ ചാർജ് കാണാൻ കഴിയില്ല എന്നുള്ളതാണ് ക്വാണ്ടൈസേഷൻ്റെ മറ്റൊരു പ്രത്യേകത. മാത്രമല്ല, ഒരു വസ്തുവിൽ ഒരു ഇലക്ട്രോണിൻ്റെ അത്രയും അളവിൽ ചാർജ് കാണാം. അതിൽ കഴിഞ്ഞാൽ അതിലും കൂടുതൽ തൊട്ടടുത്ത ചാർജ് എന്ന് പറയുന്നത് 2 ടൈംസ് ഇലക്ട്രോണിൻ്റെ ചാർജാണ്. അപ്പോൾ ഒന്നെങ്കിൽ ആ വസ്തുവിൽ ഏറ്റവും കുറഞ്ഞത് ഈ അളവിൽ ചാർജ് കാണാം, അല്ലെങ്കിൽ 2 ടൈംസ് ഈ അളവിൽ ചാർജ് കാണാം. അല്ലാതെ ഒരു വസ്തുവിലും നമ്മൾ E/2 അളവ് ചാർജ് കാണില്ല. അതായത് ഇലക്ട്രോണിൻ്റെ ചാർജിൻ്റെ പകുതി അളവിൽ ചാർജ് ഒരു വസ്തുവിലും കാണില്ല. മാത്രമല്ല, നമുക്കൊരു വസ്തുവിലും 1.5 ടൈംസ് ഇലക്ട്രോണിൻ്റെ ചാർജ് കാണാൻ പറ്റില്ല. 1.5 മടങ്ങ് ഇലക്ട്രോണിൻ്റെ ചാർജ് കാണാൻ പറ്റില്ല. ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും. ഒന്നെങ്കിൽ ഈ അളവിൽ ചാർജ്, അല്ലെങ്കിൽ അതിൻ്റെ ഇരട്ടി 2 ടൈംസ് ഈ അളവിൽ ചാർജ്, അല്ലെങ്കിൽ അതിൻ്റെ 3 ഇരട്ടി 3 ടൈംസ് ഈ അളവിൽ ചാർജ്, അതേ പറയാൻ പറ്റും. അപ്പോൾ അത് ഓർത്തോളൂ. അതുകൊണ്ട് നമുക്ക് മനസ്സിലാവേണ്ട ഒരു കാര്യം, ചാർജ് എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് സാധ്യമാകുന്ന ഒരു വാല്യൂ അല്ല, മറിച്ച് ഇലക്ട്രോണിൻ്റെ ചാർജിൻ്റെ മൾട്ടിപ്പിളുകളായിട്ട് മാത്രമേ പ്രപഞ്ചത്തിൽ നമുക്ക് ചാർജിനെ കാണാൻ കഴിയൂ. ആ കൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനിയും ക്ലിയർ ആകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ ഇടുക. ഞാൻ അതിനുവേണ്ടി തന്നെ ക്വാണ്ടൈസേഷൻ മാത്രം എക്സ്പ്ലെയിൻ ചെയ്യുന്ന മറ്റൊരു വീഡിയോ ചെയ്യാം. ഓക്കെ. അപ്പോൾ ക്വാണ്ടൈസേഷൻ്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് ഇത് തന്നെയാണ്. ഏതൊരു ക്വാണ്ടിറ്റിയും കണ്ടിന്യൂസ് ആയിട്ട് പറ്റില്ല. കണ്ടിന്യൂസ് ആയിട്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഏത് വാല്യൂവും പോസിബിൾ അല്ല, മറിച്ച് ഏതെങ്കിലും ഒരു യൂണിറ്റിൻ്റെ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞതായിട്ട് നമുക്ക് കണക്കാക്കാവുന്ന ഒരു ഫിക്സ്ഡ് വാല്യൂവിൻ്റെ മൾട്ടിപ്പിളുകളായിട്ട് മാത്രമേ ആ ക്വാണ്ടിറ്റിയെ കാണാൻ കഴിയൂ. അതൊക്കെ തന്നെയാണ് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആറ്റത്തെ പറ്റി ക്വാണ്ടം മെക്കാനിക്സിൽ പഠിക്കുമ്പോൾ മനസ്സിലാവും. ആറ്റത്തിൻ്റെ എനർജി ലെവലുകൾ അല്ലെങ്കിൽ ആറ്റത്തിന് സാധ്യമായ ഊർജം കണ്ടിന്യൂസ് അല്ല. ആറ്റത്തിന് അങ്ങനെ തോന്നുന്ന പോലെ ഏത് ഊർജ്ജവും സ്വീകരിക്കാനോ പുറത്തേക്ക് വിടുവാനോ കഴിയില്ല, അല്ലെങ്കിൽ ഏത് ഊർജ്ജവും
ത്തിലും ഇരിക്കാനും കഴിയില്ല. അതിന് ക്വാണ്ടൈസ്ഡ് ആയിട്ടുള്ള ചില ഫിക്സ്ഡ് എനർജികളുണ്ട്. ആ ഫിക്സ്ഡ് എനർജികളിൽ മാത്രമേ ഇരിക്കാൻ കഴിയൂ. ഇനി മറ്റൊരു ഉദാഹരണം, ക്വാണ്ടൈസേഷൻ്റെ മറ്റൊരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ, എക്സാമ്പിൾ എന്നല്ല ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു നിലയിൽ നിന്ന് ശ്രദ്ധിച്ചോളൂ, ഞാൻ ഈ അടിഭാഗത്തുള്ള ഇക്വേഷൻസൊക്കെ തൽക്കാലം ഒന്ന് മായ്ക്കുകയാണ്, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ മായ്ക്കുക. ക്വാണ്ടൈസേഷനാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. ക്വാണ്ടൈസേഷൻ എന്താണെന്നാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, നോക്കിക്കോളാം. നമുക്ക് ഒരു നിലയിൽ നിന്ന് മറ്റൊരു നിലയിലേക്ക് പോകണമെങ്കിൽ ഓക്കെ, രണ്ട് രീതിയിൽ പോസിബിളാണ്. അതായത് ഇതൊന്ന് ശ്രദ്ധിച്ചോളൂ. ഒന്നെങ്കിൽ നമുക്കിങ്ങനെ ചരിഞ്ഞൊരു റാമ്പ് ഇടാം. ഈ റാമ്പിലൂടെ നമ്മൾ നടന്ന് മുകളിലോട്ട് കയറിയാൽ മതി. അങ്ങനെ കയറുമ്പോൾ നമുക്ക് ഈ റാമ്പിൽ എവിടെ വേണമെങ്കിലും നിൽക്കാം. അതായത് നമ്മുടെ ഹൈറ്റ് ഈ നിലയിൽ നിന്ന് ഈ നിലയിലേക്ക് പോകുമ്പോൾ സാധ്യമായ ഹൈറ്റ് കണ്ടിന്യൂസ് ആണ്. ഇവിടെ എവിടെ വേണമെങ്കിലും നിൽക്കാം. പക്ഷേ നമ്മൾ സ്റ്റെപ്പുകളാണ് ഇടുന്നതെങ്കിൽ, അതാണ് പ്രധാനപ്പെട്ട പോയിൻറ്റ്. ഇഫ് വി ക്യാരി സ്റ്റെപ്സ്, ഇങ്ങനെ സ്റ്റെപ്പുകളാണ്, വരച്ച ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. നല്ല സ്റ്റെപ്പുകളാണ് ഇടുന്നതെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ ഹൈറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിൽക്കാൻ കഴിയുന്നത് ഇവിടെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെയാണ്, അത് കഴിഞ്ഞാൽ ഇവിടെയാണ്. അല്ലാതെ ആദ്യത്തെ പടിയുടെ പകുതി ഹൈറ്റ് നിൽക്കണമെങ്കിൽ നമ്മൾ ഏറെ നിൽക്കേണ്ടി വരും. അത് നടക്കില്ലല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് മുകളിലേക്ക് കയറുന്നതനുസരിച്ച് സാധ്യമായ ഹൈറ്റ് ഡിസ്ക്രീറ്റ് ആണ്, അല്ലെങ്കിൽ ക്വാണ്ടൈസ്ഡ് ആണെന്ന് പറയാം. ഡിസ്ക്രീറ്റ് എന്ന് പറയുന്നതും ക്വാണ്ടൈസേഷനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. ക്വാണ്ടൈസേഷനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞാലും ക്വാണ്ടൈസ്ഡ് എന്ന് തന്നെയാണ്. കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ, കണ്ടിന്യൂസിൻ്റെ ഓപ്പോസിറ്റായിട്ട് കാണാവുന്ന ഒരു വാക്കാണ് ഡിസ്ക്രീറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കണ്ടിന്യൂസ് ആണ്. അത് തന്നെയാണ് ചാർജും. ഏത് ചാർജും പോസിബിളാണ്. അങ്ങനെയല്ല, ചാർജ് ക്വാണ്ടൈസ്ഡ് ആണ്. ഒന്നെങ്കിൽ ഇ, അല്ലെങ്കിൽ അതിൻ്റെ ഇരട്ടി 2e, അല്ലെങ്കിൽ അതിൻ്റെ ഇരട്ടി 3e, അല്ലെങ്കിൽ അതിൻ്റെ ഇരട്ടി 4e, അങ്ങനെ പറ്റൂ. അതുപോലെ 0.5e, ആദ്യത്തെ സ്റ്റെപ്പിൻ്റെ പകുതി ഉയരം, അങ്ങനെ നിൽക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ 1.5e, രണ്ടാമത്തെ സ്റ്റെപ്പിന്, ഒന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റെപ്പിൻ്റെയും പകുതിക്ക് നിൽക്കുക, അങ്ങനെ നിൽക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ചാർജ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് അല്ല, ഡിസ്ക്രീറ്റ് ആണ്, അല്ലെങ്കിൽ ക്വാണ്ടൈസ്ഡ് ആണ് എന്ന് മനസ്സിലാക്കുക. അത് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക് ആയതുകൊണ്ടാണ് ഞാൻ ഇതേ തന്നെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തത്. ഓക്കെ, ആ ഐഡിയ ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. റൈറ്റ്. ഈ ക്വാണ്ടൈസേഷൻ എന്നൊരു കൺസെപ്റ്റ്, പ്രത്യേകിച്ച് ഇലക്ട്രിക് ചാർജിൻ്റെ ക്വാണ്ടൈസേഷൻ എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് ആദ്യമായിട്ട് തരുന്നത് മൈക്കിൾ ഫാരഡേ ആണ്. അദ്ദേഹം ഇലക്ട്രോളൈസിസ് എക്സ്പെരിമെൻറ്റുകൾ, ഇലക്ട്രോളൈസിസ് എന്താണെന്നൊക്കെ നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ ഇലക്ട്രോളൈസിസിൻ്റെ കോൺസെപ്റ്റുകളിൽ, അദ്ദേഹത്തിൻ്റെ ഇലക്ട്രോളൈസിസ് എക്സ്പെരിമെൻറ്റുകളിൽ മൈക്കിൾ ഫാരഡേ ആണ് ആദ്യമായിട്ട് ചാർജ് ക്വാണ്ടൈസ്ഡ് ആണ് എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. പക്ഷേ അന്നേരം അതിൻ്റെ എക്സ്പെരിമെൻ്റലി പ്രൂഫൊന്നുമില്ല. പക്ഷേ പിന്നീട് 1912 റോബർട്ട് ആൻഡ്രൂസ് മില്ലിക്കണാണ് അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റിലൂടെ ആദ്യമായിട്ട് ചാർജ് ക്വാണ്ടൈസ്ഡ് ആണ് എന്നുള്ളൊരു എക്സ്പെരിമെൻ്റൽ പ്രൂഫ് കൊടുക്കുന്നത്. ഇതിൻ്റെ ലിക്വിഡ് ഡ്രോപ്പ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്ന പ്രസക്തമായൊരു എക്സ്പെരിമെൻ്റ് ഉണ്ട്. നിങ്ങൾ യൂട്യൂബിലോ ഗൂഗിൾ ചെയ്താൽ അതിൻ്റെ വിശദാംശങ്ങൾ കിട്ടും. ആ എക്സ്പെരിമെൻറ്റിലൂടെയാണ് നമുക്ക് മനസ്സിലായത് ശരിക്കും ഫാരഡേ പറഞ്ഞതുപോലെ തന്നെ ചാർജുകൾ ക്വാണ്ടൈസ്ഡ് ആണ് എന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഞാനിങ്ങനെ ശാസ്ത്രജ്ഞരെ പറ്റി ഇടയ്ക്ക് പറയുന്നതിന് കാരണം, ഏതെങ്കിലും ഒരു പുസ്തകത്തിലൂടെയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും എഴുതി വെച്ചതോ ആയിട്ട് വെറുതെ നമുക്ക് കിട്ടിയ അറിവല്ല ഫിസിക്സിലുള്ളത്. ഫിസിക്സിലെന്നല്ല, ഒരു സയൻസിലും ഉള്ളത്. നമ്മൾ ഇന്ന് കാണുന്ന സയൻസിൻ്റെയും ടെക്നോളജിയുടെയും ഡെവലപ്മെൻറ്റിന് പിന്നിൽ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ കോടിക്കണക്കിന് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന പ്രയത്നമുണ്ട്. ഇതിൻ്റെ ഒരു ഹ്യൂമാനിറ്റേറിയൻ പാർട്ട് കൂടിയുണ്ട്. സയൻസ് പഠിക്കുന്ന നമ്മൾ അതിൻ്റെ ഹ്യൂമാനിറ്റേറിയൻ പാർട്ട് കൂടെ മനസ്സിലാക്കണം എന്നുള്ളതാണ്. മഹാരഥന്മാരുടെ സയൻസ് ഡെവലപ്മെൻറ്റ്, അവരുടെ സയൻസ് പഠനം കണ്ട് ആകൃഷ്ടരായിട്ടാണ് പിന്നീടുള്ളവർ സയൻസ് പഠിക്കുന്നത്. നമ്മളും അങ്ങനെ തന്നെയാണ്. ന്യൂട്ടനെയും ഐൻസ്റ്റീനെയും ഒക്കെ കണ്ടിട്ടാണ്, അവരിൽ ഒരു അട്രാക്ഷൻ തോന്നിയിട്ടാണ് നമ്മൾ അവരുടെ പാത പിന്തുടർന്ന് സയൻസിന് പുറകെ പോകുന്നത്. എല്ലാ സയൻസ് പഠിക്കുന്നവരും അങ്ങനെ തന്നെയാണ്. റൈറ്റ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവരെ കൂടെ ഓർത്തുകൊണ്ട് നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകുന്നത്. റൈറ്റ്. ഓക്കെ. ദെൻ ഇലക്ട്രിക് ചാർജിനെ പറ്റിയുള്ള പ്രധാനപ്പെട്ട 2 പോയിൻറ്റുകൾ പറയാം. ഒന്ന്, SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജ്. അത് നമ്മൾ ഫസ്റ്റ് ഇയർ തന്നെ പഠിച്ചിട്ടുണ്ട്. എന്നാലും ഞാൻ ഇപ്പോഴാണ് നമ്മുടെ സെക്കൻഡ് ഇയർ ടോപ്പിക്കിൽ ഞാൻ ഇപ്പോഴാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇലക്ട്രിക് ചാർജിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കൂളോംബാണ്. അത് കൂളോംബാണ് ആദ്യമായിട്ട് ഇലക്ട്രിക് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സിനെ പറ്റിയുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ നമുക്ക് തരുന്നത്, ഒരു എക്സ്പ്ലനേഷൻ തരുന്നത്.
അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ ചാർജിൻ്റെ യൂണിറ്റ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് കൂളമ്പിനെ പറ്റിയൊക്കെ നമ്മൾ പറയുന്നുണ്ട്. രണ്ടാമത്തത് ദിസ് ഇസ് സ്മോൾ ലെറ്റർ ഇ, ടൈപ്പ് ചെയ്യുമ്പോൾ ക്യാപിറ്റലേ വരുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. ദിസ് ഇസ് സ്മോൾ ലെറ്റർ ഇ, നേരത്തെ പറഞ്ഞ ഇലക്ട്രോണിൻ്റെ ചാർജ്, ബേസിക് ചാർജ് എന്ന് പറയുന്നത്, അതിൻ്റെ അളവാണ് എഴുതിയിരിക്കുന്നത് 1.602 × 10⁻⁻19 കൂളംബ്. അപ്പോൾ കൂളംബ് എന്ന യൂണിറ്റിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ ഇലക്ട്രോണിൻ്റെ ചാർജ് വളരെ വളരെ ചെറുതാണെന്ന് മനസ്സിലാക്കുക. ഓഫ് ദി ഓർഡർ ഓഫ് 10⁻⁻19. അപ്പോൾ ഈ ഒന്നിനും ശേഷം ഇടതുവശത്തോട്ട് 18 പൂജ്യങ്ങൾക്കും മുമ്പിലാണ് കുത്ത് കിടക്കുന്നത്, ഡോട്ട് കിടക്കുന്നത്. അപ്പോൾ അത്രയും ചെറിയൊരു ചാർജാണ് ഒരു ഇലക്ട്രോണിനുള്ളത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അത്രയും ചെറിയ ചാർജ് ആയതുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റിയിലൂടെ ഒരു വസ്തുവിൽ നിന്നും മറ്റൊരു വസ്തുവിലേക്ക് കുറച്ച് ചാർജ് ട്രാൻസ്ഫർ ചെയ്തു എന്ന് കരുതി ആ വസ്തുവിൽ ബാക്കി നിൽക്കുന്ന ചാർജുകൾ കമ്പാരിറ്റീവ്ലി വളരെ വലുതാണെന്ന് പറഞ്ഞിരുന്നു അല്ലേ. അതിൻ്റെ കാരണം ഇത് തന്നെയാണ്. ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അപ്പോൾ അത്രയും ചാർജ് ഒരു വസ്തുവിൽ നിന്ന് മറ്റൊരു വസ്തുവിലേക്ക് എടുത്തു മാറ്റപ്പെട്ടു എന്ന് കരുതി മാറ്റപ്പെട്ട വസ്തുവിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. ചാർജ് അങ്ങനെ തന്നെ ഏറെക്കുറെ ഉള്ളതുപോലെയാണ് ആ വസ്തുവിന് തോന്നുക. ബട്ട് നെറ്റ് ചാർജ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. റൈറ്റ്. ഒന്ന് രണ്ട് ചെറിയ സിമ്പിൾ ക്വസ്റ്റ്യൻസ് നോക്കാം. ഈ ക്വാണ്ടൈസേഷൻ എന്നുള്ള കോൺസെപ്റ്റ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസാണ്. അതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതിനെ പറ്റി ഒരു ഐഡിയ കിട്ടാനായിട്ടാണ്. ഓക്കെ, ഐഡിയ മാത്രമേ ഞാൻ പറഞ്ഞു തരുന്നുള്ളൂ. പ്രോബ്ലംസ് മാത്രമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ക്ലാസ്സുകൾ നമ്മൾ വേറെ ഡിസൈൻ ചെയ്യുന്നുണ്ട്. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ഇലക്ട്രോൺസ് കോൺസ്റ്റിറ്റ്യൂട്ട് 1 കൂളംബ് ചാർജ്? ഇത് പരീക്ഷയ്ക്ക് ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. ഒരു കൂളംബ് ചാർജിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ടെന്നാണ് ചോദ്യം. ഒരു കൂളംബ് ചാർജിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ട്? അതറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ക്വാണ്ടൈസേഷൻ ഇക്വേഷനാണ്. ഇക്വേഷൻ ആദ്യം എഴുതുന്നു, Q = ±NE. ഇവിടെ എത്ര ഇലക്ട്രോണുകളാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഒന്നുകൂടെ മോഡിഫൈ ചെയ്യാം. Q = -NE, നെഗറ്റീവ് ചാർജ് ആണല്ലോ. ഈ ഇക്വേഷൻ നോക്കുമ്പോൾ നമുക്കറിയാം, ഇത് വസ്തുവിലുള്ള ചാർജ്, ഇത് ഇലക്ട്രോണിൻ്റെ ചാർജ്, ഇത് ഇലക്ട്രോൺസിൻ്റെ എണ്ണം, മീൻസ് എത്ര മൾട്ടിപ്പിൾ ഉണ്ടെന്നുള്ളത്. ഇവിടെ 1 കൂളംബ് ചാർജ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എഴുതാം 1 കൂളംബ് = -NE. അവിടെ നമുക്ക് വേണ്ടത് N ആണ്. അപ്പോൾ തൽക്കാലം നമുക്ക് ഈ മൈനസിനെ ഒഴിവാക്കാം. N = 1 കൂളംബ് / E. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/1.602 × 10⁻⁻19. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.64 സംതിങ് ആണെന്നാണ് എൻ്റെ ഓർമ്മ, ഇൻറ്റു 10⁻⁹ എന്ന് കിട്ടും. അത്രയും എണ്ണമാണ്. അപ്പോൾ യൂണിറ്റ് എന്തെഴുതും നോക്കണം. ഈ ഇക്വേഷൻ്റെ ഇടതുവശത്തുള്ളത് N ആണ്, നമ്പറാണ്, ഇൻറ്റിജറാണ്. അപ്പോൾ ഇത്രയും എണ്ണം ഇലക്ട്രോണുകൾ ചേർന്നാലാണ് എന്തുണ്ടാവുക? 1 കൂളംബ് ചാർജ് ഉണ്ടാവുക. അപ്പോൾ തന്നെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു വസ്തുതയാണ്, 1 കൂളംബ് എന്ന് പറയുന്നത് എത്രയോ വലിയ ഒരു യൂണിറ്റാണ്. ഇത്രയും എണ്ണം ഇലക്ട്രോണുകളെ ചേർത്ത് വയ്ക്കുമ്പോൾ കിട്ടുന്ന ചാർജ് 1 കൂളംബേ ആകുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം 1 കൂളംബ് എന്നുള്ളത് വളരെ വലിയൊരു യൂണിറ്റാണ്. അത്രയും വലിയൊരു യൂണിറ്റ് സാധാരണഗതിയിൽ നമുക്ക് പ്രാക്ടിക്കലി യൂസ് വരാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രാക്ടിക്കൽ യൂസിന് സാധാരണ ഉപയോഗിക്കാറുള്ളത് ഒന്നെങ്കിൽ മൈക്രോ കൂളംബായിരിക്കും, അല്ലെങ്കിൽ നാനോ കൂളംബായിരിക്കും. അങ്ങനെയുള്ള യൂണിറ്റുകളാണ് നമ്മുടെ സാധാരണഗതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റൻ എങ്ങനെ സോൾവ് ചെയ്തെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ക്വസ്റ്റനിൽ ശരിക്കും ചോദിച്ചിരിക്കുന്നത് N കണ്ടുപിടിക്കാനാണ്. അതാണ് എൻ്റെ പ്രത്യേകത. ഓക്കെ, നമുക്ക് മറ്റൊരു പ്രോബ്ലം കൂടെ നോക്കാം. ഡ്യൂ ടു ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി എ ബോഡി ഗെയിൻഡ് 1000 ഇലക്ട്രോൺസ്. കാൽക്കുലേറ്റ് ദി എമൗണ്ട് ആൻഡ് നേച്ചർ ഓഫ് ചാർജ് ഓൺ ദി ബോഡി. അത് പറയുന്നത് ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി കാരണം ഒരു ബോഡിക്ക് 1000 ഇലക്ട്രോൺസ് കിട്ടിയെന്നാണ്. ഗെയിൻഡ് 1000 ഇലക്ട്രോൺ കിട്ടി എങ്കിൽ ആ വസ്തുവിലുള്ള ചാർജിൻ്റെ എമൗണ്ടും കാണണം, നേച്ചറും കാണണം. എത്ര ചാർജ് കിട്ടിയെന്നും കണ്ടുപിടിക്കണം, അത് ഏത് തരം ചാർജാണെന്ന് പറയണം. ഏത് തരം ചാർജ് എന്ന് ഉദ്ദേശിച്ചത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണെന്നാണ്. അപ്പോൾ ഇതിൽ ഏത് തരമാണെന്ന് നമുക്ക് ഇപ്പോഴേ എഴുതാൻ പറ്റും. കാരണം ഇലക്ട്രോണുകളെ ലഭിക്കുകയാണ് ചെയ്തത്. ഗെയിൻ ഇലക്ട്രോൺസ്, ഇലക്ട്രോണിനെ ലഭിച്ചാൽ ഉണ്ടാകുന്ന ചാർജ് നെഗറ്റീവാണെന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അത് മനസ്സിലായി. നേച്ചർ ഈസ് ഈക്വൽ ടു വാട്ട്? നെഗറ്റീവ് ചാർജാണ് കിട്ടിയതെന്നുള്ളത് ഇപ്പോഴേ മനസ്സിലായി. ഇനി എത്ര ചാർജാണ് കിട്ടിയതെന്ന് അറിയണം. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ക്വാണ്ടൈസേഷൻ ഇക്വേഷൻ തന്നെയാണ്. Q = ±NE. ഇവിടെ Q = -NE, കാരണം നെഗറ്റീവ് ചാർജാണല്ലോ കിട്ടിയിരിക്കുന്നത്.
എത്ര ചാർജ് കിട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ക്യൂ ആണ്. നമുക്ക് എൻ എത്രയാണെന്ന് അറിയാം. എത്ര ഉണ്ട്? 1000 ഇലക്ട്രോൺസിനാണ് കിട്ടിയത്. അപ്പോൾ അത് വെച്ചുകൊണ്ട് സോൾവ് ചെയ്യുമ്പോൾ ക്യൂ ഈസ് ഈക്വൽ ടു 1000 ഇൻറ്റു 1.602 ഇൻറ്റു 10⁻⁻19 കൂളം. അപ്പോൾ അത് സിമ്പിളാണ്. ക്യൂ ഈസ് ഈക്വൽ ടു 1.602 ഇൻറ്റു 10⁻16 കൂളം. അതെ, -16 കൂളം. ഇത്രയും ചാർജാണ് 1000 ഇലക്ട്രോണുകളെ ട്രാൻസ്ഫർ ചെയ്ത് കിട്ടിയത് വഴി നമ്മുടെ വസ്തുവിന് ലഭിച്ചത്. റൈറ്റ്. അപ്പോൾ ഈ ചോദ്യം സോൾവ് ചെയ്തതെന്നും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഏറെക്കുറെ ഈ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസാണ് പലപ്പോഴായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ടോപ്പിക്കിൽ നിന്ന് പ്രോബ്ലമായിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ 2 ചോദ്യങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 2 ചോദ്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്താനുള്ള കാരണം കൂടെ പറയുകയാണ്. നമ്മുടെ ഇക്വേഷൻ ഇതായിരുന്നു, ക്യൂ ഈസ് ഈക്വൽ ടു ±NE. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മളോട് n കണ്ടുപിടിക്കാൻ പറഞ്ഞു, സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ക്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇത് രണ്ടും കണ്ടുപിടിക്കുന്ന തരത്തിൽ റീഅറേഞ്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസാണ് സാധാരണ വരാറ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ദിവസം ഡിസ്കസ് ചെയ്യുന്നത്. പഠിപ്പിച്ച കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലേക്ക് ഇടാം. താങ്ക്സ് ഫോർ ലേണിംഗ്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.